പൊരിഞ്ഞ പോരാട്ടമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല പല മണ്ഡലങ്ങളിലും ഇത്തവണ ത്രികോണ പോരാട്ടം, ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ എഴുതിത്തള്ളി 15% അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയിരുന്ന ആളുകൾക്ക് പോലും മാറ്റി ചിന്തിക്കേണ്ട, മാറ്റി പറയേണ്ട ഒരു ഫലം വരാൻ പോകുന്ന വോട്ടെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, 2019 കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ കണ്ട ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലുമായി രേഖപ്പെടുത്തിയത്. 77.84% അപ്പോൾ നമ്മൾ കണ്ടത് ഒരു UDF തരംഗമാണ്. 19 സീറ്റുകളിൽ UDF വിജയിക്കുന്നു, ഒരു സീറ്റിൽ LDF വിജയിക്കുന്നു. അതിനുശേഷം LDFിൻ്റെ കൂടെ തോമസ് ചാഴികാടൻ മാറുന്നതോടെ 18-2 എന്ന ടാലിയിൽ നിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇടതുപക്ഷത്തിന് UDFന് ഈ പറയുന്ന വലിയ തരംഗം ഉണ്ടാക്കി തിരമാല പോലെ ആഞ്ഞടിച്ച UDFന് തോറ്റമ്പേണ്ടി വരുന്ന നാണംകെട്ട തോൽവിയിലേക്ക് പോകേണ്ടി വരുന്ന കാഴ്ച 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നു. അന്നും പോൾ ചെയ്തത് 74.06%. അപ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു തരംഗമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണ് 2019 കേരളം കണ്ടത് എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം 3.95% കൂടി. ആ പോളിംഗ് ശതമാനം കൂടിയത് ഇൻ ഫേവർ ഓഫ് UDF ആയിരുന്നു എന്നുള്ളത് ഫലം വന്നപ്പോൾ നമ്മൾ കാണുകയും ചെയ്തു. പല മണ്ഡലങ്ങളിലും, അതായത് പല മണ്ഡലങ്ങളിലും 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്, പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 80% മുകളിലായിരുന്നു. അതായത് മികച്ച പോളിംഗ് കേരളത്തിൽ നടന്നു എന്നുള്ളതാണ് 2019 ഒരു പ്രത്യേകത. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സമയത്തെ കാലാവസ്ഥയെ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 2019 4% ലെസ്സാണ്, അതായത് 4% കുറവാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തുടനീളം നടന്ന ഫസ്റ്റ് ഫേസിലെ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ കേരളം അടക്കമുള്ള ഇടങ്ങളിൽ ഉഷ്ണതരംഗമുണ്ട്. അത് ഈ പോളിംഗ് ശതമാനത്തെ, ഏത് പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുമെന്നുള്ളത് ഒരു ഘടകമായി അവിടെ നിൽക്കുകയാണ്. രാഷ്ട്രീയ കാലാവസ്ഥയിലെ ചൂടും തണുപ്പും മാത്രമല്ല, കാലാവസ്ഥയും ഇത്തവണ ആർക്ക് പ്രതികൂലമാകും എന്ന ഒരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനവും വന്നിട്ടുണ്ട്. കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ഈ ചൂട് പണിയാകാനുള്ള ഒരു സാധ്യത മുന്നണികൾ മുന്നിൽ കാണുന്നുമുണ്ട്. പാലക്കാട്ട് ഉഷ്ണതരംഗത്തിന് സാധ്യത പ്രവചിക്കുന്നു. 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനെന്ന് പറയുന്നു. കൊല്ലത്തത് 39 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ആ ചൂടത്ത് പകൽ മുഴുവൻ ക്യൂ നിന്ന് ഈ 80%-ലധികം ആളുകൾ വോട്ട് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ഓരോരുത്തരും പോയി തങ്ങളുടെ ഈ ജനാധിപത്യ പ്രക്രിയയിലെ തങ്ങളുടെ അവകാശം, തങ്ങളുടെ നിലപാട് പ്രകടിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇനി ഇവിടെ ഇപ്പോൾ നികേഷ് സാർ സംസാരിച്ചപ്പോൾ പ്രധാനമായും ഫോക്കസ് ചെയ്തത് ന്യൂനപക്ഷ വോട്ടിലാണ്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഒരു വിഷയമായി നിൽക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാം, മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാം എന്നതിനപ്പുറം ന്യൂനപക്ഷ വോട്ട് എവിടേക്ക് കേന്ദ്രീകരിക്കും, ന്യൂനപക്ഷ വോട്ട് സ്പ്ലിറ്റായാൽ അതെങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും, അതാണ് പ്രധാനപ്പെട്ട ഒരു വോട്ട് വിഷയമായി കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട, രാജ്യം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വോട്ട് വിഷയമെന്ന് ഞാൻ കരുതുന്നതേയില്ല. ഇന്ത്യ മുന്നണിക്കാർ ഈ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി പരസ്പരം പോരടിക്കുന്ന പ്രചാരണ കാലയളവാണ് ഇക്കഴിഞ്ഞ 50-55 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിന് ഈ അവസാന നിശബ്ദ പ്രചാരണം നടക്കുന്ന വേളയിലും ഒരു കുറവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമസ്ത വരുമോ പോകുമോ, അതാണ് ഒരു പ്രധാനപ്പെട്ട വോട്ട് വിഷയമായി പറയുന്നത്. സമസ്ത വന്നാലും പോയാലും, സമസ്ത നിന്നാലും നിന്നില്ലെങ്കിലും ഇവിടെ വേണ്ടത് കേരളത്തിന്റെ 20 മണ്ഡലങ്ങളിലും ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഓരോ MP-യെയും തെരഞ്ഞെടുത്ത് വിട്ടുകഴിഞ്ഞാൽ എന്താണ് റിട്ടേണായി കിട്ടുക, അതാണ് പ്രബുദ്ധരായ കേരളത്തിലെ മലയാളികൾ ഇത്തവണ ചിന്തിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമാണ്. 2019 ഈ പറയപ്പെടുന്ന സുനാമിക്ക് തുടക്കമിട്ടത് വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി നിന്നതും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, NDA സർക്കാരിനെതിരെ ഭയങ്കര വിരുദ്ധമായ ജനവികാരമുണ്ട്, അതുകൊണ്ട് തന്നെ UPA വീണ്ടും വരാൻ പോകുന്നു, രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് ഒരു പ്രചണ്ഡ പ്രചാരണമാണ് അഴിച്ചുവിട്ടത്. അപ്പോൾ ആ പ്രചാരണത്തിൽ കാണുന്നത് എന്താണ്? രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടുന്നു. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. വയനാടുകാർ അല്ലെങ്കിൽ കേരളത്തിലുള്ള മലയാളികളെല്ലാം പ്രതീക്ഷയെല്ലാം മങ്ങി അസ്തമിച്ച് ചമ്മി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കൊടി ഇക്കുറി രാഹുൽ ഗാന്ധിയുടെ കയ്യിലില്ല, കോൺഗ്രസിന്റെ കയ്യിലില്ല, ലീഗിന്റെ കയ്യിലില്ല. കൊടിയില്ലാത്ത പ്രചാരണം കാണുന്നു. അതൊരു പ്രചാരണ വിഷയമാണ്. അതായത് ഒരു കൊടി ഉയർത്തുമ്പോൾ അതിനെ ഉത്തരേന്ത്യയിൽ വിമർശിക്കുമെന്ന് പറഞ്ഞ കൊടി താഴ്ത്തുവെക്കുന്ന രാഹുൽ ഗാന്ധിയാണോ ഈ തരത്തിൽ NDAക്കെതിരെ ഇന്ത്യ ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ നയിക്കാൻ പോകുന്നത്, നേതൃത്വം വഹിക്കാൻ പോകുന്നത്? 2019 ആ കെട്ടിപ്പൊക്കിയ ബിൽഡപ്പ് ഇട്ട ആ ഇമേജ് എന്ന് പറയുന്നത് നേരെ താഴേക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. പിന്നെ
അമേഠിയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്ന് കേൾക്കുന്നു. രാഹുൽ ഗാന്ധിയാണ്. റോബർട്ട് വദ്രയുടെ ഫ്ലക്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഒന്നുകിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അളിയൻ. അതാണ് അമേഠിയിൽ. അപ്പോൾ കുടുംബാധിപത്യ പാർട്ടിയാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യം. അമേഠിയിൽ ഒന്നുകിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും അല്ലെങ്കിൽ റോബർട്ട് വദ്ര മത്സരിക്കും. റോബർട്ട് വദ്രയ്ക്ക് അവിടെ മത്സരിക്കാനായിട്ടുള്ള എന്ത് സ്റ്റേച്ചറാണുള്ളത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോഴും അമേഠിയിൽ, അതായത് വയനാട്ടിലെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അമേഠിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായി വെച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ CEC എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പിന്നെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം ഒന്നിച്ച് പ്രഖ്യാപിക്കാവുന്നതാണ്. എന്നാൽ ആ സീറ്റ് മാത്രം പ്രഖ്യാപിക്കാതെ വയനാട്ടിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കേണ്ടത് വയനാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. ഫാസിസത്തിനെതിരായ പോരാട്ടത്തിന് കരുത്തു പകരാൻ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വിജയിപ്പിക്കണം എന്ന രീതിയിൽ ഒരു പ്രചാരണം കത്തിച്ചുവിടുകയും ആ പ്രചാരണത്തിൽ വിമർശന വിധേയമായി എന്നതുകൊണ്ട് കൊടി താഴ്ത്തി വെച്ച് പ്രചാരണം നടത്തുകയും ചെയ്യുമ്പോൾ എവിടെയാണ് ഒരു അസ്തിത്വം എടുത്തുപിടിച്ചുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. പിന്നെ തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട് തുടങ്ങിയുള്ള മണ്ഡലങ്ങളിലെല്ലാം, ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം വലിയ രീതിയിൽ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത് NDA നേരിടുന്നത്. തിരിച്ചുമുള്ള ഈ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഈ പോരാട്ടം കൂടുതൽ കടുപ്പത്തിലാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. എന്തായാലും 25,231 പോളിംഗ് ബൂത്തുകളിലേക്ക് വന്നു ചേരുന്ന ജനങ്ങൾ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കറിയാം, അതായത് പൊള്ളയായി ചില കാര്യങ്ങളിൽ മാത്രം ചർച്ചകളിലേക്ക് പോവുക, എന്നാൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പെൻഷൻ, അതുപോലെ തന്നെ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ, അതിലേക്കൊന്നുമല്ല പോകുന്നത്. വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള പെരിഫറലായി മറ്റു പല വിഷയങ്ങളിലേക്കും ചർച്ചകൾ വഴിതിരിച്ചു വിടുകയും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു തരും, അല്ലെങ്കിൽ MP ആയിരുന്നപ്പോൾ താൻ എന്ത് ചെയ്തു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു MP യെ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഈ പ്രചാരണ കാലയളവ് തീർക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന് വേണ്ടത് എന്താണ് എന്നുള്ളതും കേരളത്തിന് വേണ്ടത് നേടിയെടുക്കാൻ കഴിയുന്നത് ആർക്കാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന മലയാളികൾ ഉള്ളിടത്തോളം ഈ പോരാട്ടം കടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഉഷ്ണതരംഗം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാർ അധികം വെയിലാകുന്നതിന് മുൻപ് രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. ഉച്ചയാകുമ്പോഴേക്കൊക്കെ ചൂട് കൂടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങളുടെ നിലപാട് എന്താണോ അത് സ്വതന്ത്രമായി ധൈര്യത്തോടെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ വോട്ട്. അപ്പോൾ അതുകൊണ്ട് ആ വോട്ട് രേഖപ്പെടുത്തുക. ഒരുപക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി ജയിച്ചെന്ന് വരില്ല, പക്ഷേ എത്ര മാത്രം കൃത്യമായ ഒരു നിലപാടെടുക്കാൻ ഓരോരുത്തർക്കും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ കാര്യം. അതുകൊണ്ട് തന്നെ പൊരിഞ്ഞ പോരാട്ടമായിരിക്കും. ഈ 2019 പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയില്ല എങ്കിൽ അതിൽ ആശങ്കപ്പെടേണ്ടത് ഇപ്പോൾ 18 സീറ്റുകൾ കയ്യിലുള്ള UDF തന്നെയാണ്. അല്ല എങ്കിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു വലിയ തരംഗം ആഞ്ഞുവീശി അടിയൊഴുക്കിൽ അങ്ങനെ ഒരു തരംഗമുണ്ടായി. ആ തരംഗത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലംപരിശായി കിടക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് മാത്രമാണ് അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇടതുപക്ഷത്തിൻ്റെയും സാധ്യതകൾ ഇക്കുറി കുറച്ച് കാണാൻ കഴിയില്ല. കാരണം പല മണ്ഡലങ്ങളിലും ശക്തമായ പ്രചാരണം ഇടതുപക്ഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFന് അവർ അവകാശപ്പെടുന്നത് പോലെ ഒരു 2020 ക്ലീൻ സ്വീപ്പ് എന്നതിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പല മണ്ഡലങ്ങളിലും ഒരു 7 മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന 12 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പെട്ടെന്ന് ഒരു ക്ലീൻ എഡ്ജ് കിട്ടും, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് അവേ വിജയിച്ച് കയറാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, അവരിൽ പലരും നിശബ്ദരാണ്. ആ നിശബ്ദത അവരെടുത്ത തീരുമാനത്തിന്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടം എന്നല്ല, പൊരിഞ്ഞ പോരാട്ടം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.